ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ പ്രഭാതത്തിലെ നമ്മുടെ വായന ഭാഗം 1 രാജാക്കന്മാരുടെ പുസ്തകം 1 മുതൽ 4 വരെയുള്ള അധ്യായങ്ങളാകുന്നു. ഇന്നത്തെ കുറിവാക്യം രൂത്തിന്റെ പുസ്തകം 1-ാം അധ്യായം 14-ാം വാക്യം. ഓർപ്പ അമ്മാവി അമ്മയെ ചുംബിച്ചു പിരിഞ്ഞു. എഫ്രാത്യ കുലത്തിൽപ്പെട്ട ബെത്ലഹേമ്യനായ എലീമേലെക്കിൻ്റെയും നവോമിയുടെയും മകന്റെ ഭാര്യയായിരുന്നു ഓർപ്പ. ഈ പേരിന് മാൻപേട എന്നാണ് അർത്ഥം. കില്യോന്റെ ഭാര്യയും ആയിരുന്നു ഓർപ്പ. അവൾ മോവാബ്യ വനിതയും ആയിരുന്നു. നമുക്കറിയാവുന്നതുപോലെ യഹൂദയിലെ ബെത്ലഹേമിൽ നിന്ന് മോവാബ് ദേശത്തേക്ക് യാത്രയാകുന്ന ഒരു കുടുംബത്തിൻ്റെ കഥയാണ് നമ്മൾ ഈ ദിവസങ്ങളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. മോവാബ് ദേശത്തെത്തിയ നവോമിയുടെ കുടുംബം തൻ്റെ 2 ആൺമക്കൾക്കും മോവാബ്യ പെൺകുട്ടികളെയായിരുന്നു ഭാര്യമാരായി തിരഞ്ഞെടുത്തത്. അവരിൽ ഒരാളായിരുന്നു ഓർപ്പ. എന്നാൽ ഇന്ന് ഓർപ്പയുടെ ജീവിതം നമ്മെ എന്ത് പഠിപ്പിക്കുന്നു എന്ന് നമുക്ക് നോക്കാം. ഒന്നാമതായിട്ട്, ജീവിതത്തിലെ ഏകാന്തത അവളെ തളർത്തിക്കളഞ്ഞു. യൗവനത്തിൽ തന്നെ ഓർപ്പയ്ക്കും വൈധവ്യം നേരിടേണ്ടി വരുന്നു. എന്നാൽ താൻ എത്തിച്ചേർന്ന കുടുംബത്തിലെ ദാരുണമായ അനുഭവങ്ങളിൽ അവൾക്ക് പിടിച്ചു നിൽക്കുവാനായിട്ട് സാധിക്കുന്നില്ല. തൻ്റെ ഭവനത്തിൽ ഒലിവ് തൈകൾക്ക് സമാനമായ അഥവാ സന്തോഷം പ്രദാനം ചെയ്യേണ്ട തരത്തിൽ സന്താന ഭാഗ്യവും അവൾക്ക് ഉണ്ടായിരുന്നില്ല. ഇങ്ങനെ പുതിയ സാഹചര്യങ്ങളോടും തിക്തമായ അനുഭവങ്ങളോടും താതാത്മ്യപ്പെടുവാൻ ഓർപ്പയ്ക്ക് സാധിച്ചില്ല എന്ന് നമുക്ക് കരുതാം. മാതാവിലൂടെയോ സഹോദരിയിലൂടെയോ ആശ്വാസം കണ്ടെത്തുവാനും ഓർപ്പയ്ക്ക് സാധിക്കുന്നില്ല. ജീവിതത്തിൻ്റെ എല്ലാ അനുഭവങ്ങളെയും ഒരുപോലെ തരണം ചെയ്യണമെങ്കിൽ തീർച്ചയായും ദൈവകൃപ ആവശ്യമാണ്. തൻ്റെ ഏകാന്തതയുടെയും ഒറ്റപ്പെടലിൻ്റെയും മധ്യത്തിൽ ആ ദൈവകൃപ അനുഭവിക്കുവാനായിട്ട് ഓർപ്പയ്ക്ക് സാധിക്കുന്നില്ല. രണ്ടാമതായിട്ട്, കടപ്പാടുകൾ അവസാനിപ്പിച്ച് മടങ്ങിപ്പോകുന്നു. തങ്ങളുടെ സ്വന്തം നാട്ടിലേക്ക് മടങ്ങിപ്പോകുവാൻ നവോമി മരുമക്കൾക്ക് അവസരം നൽകുമ്പോൾ വേദനയോടെ ആണെങ്കിലും തൻ്റെ കടപ്പാടുകൾ ഉപേക്ഷിച്ച് ഓർപ്പ മടങ്ങിപ്പോകുന്നു. ആ കുടുംബത്തിൻ്റെ സ്നേഹവലയത്തിൽ നിന്നും ദൈവകൃപയിൽ നിന്നും ഓർപ്പ അന്യപ്പെടുന്നു. താൻ വിട്ടുപോകുന്ന ഇടത്തേക്കും തൻ്റെ ബന്ധങ്ങളിലേക്കും ഓർപ്പ തിരികെ പോകുന്നു. ഇസ്രായേല്യർ ഏക ദൈവ വിശ്വാസികൾ ആണ്. എന്നാൽ മോവാബ്യരോ അവർ ബഹുദൈവ വിശ്വാസികൾ ആണ്. ഇസ്രായേൽ ദൈവത്തിൻ്റെ സ്വന്തം ജനമായിരുന്നു. എന്നാൽ മോവാബ്യരോ വിജാതീയരും ആയിരുന്നു. അങ്ങനെ യഹോവയായ ദൈവത്തോടും മാതാവിനോടും സഹോദരിയോടുമൊക്കെയുള്ള ബന്ധവും അവരോടൊക്കെയുമുള്ള കടപ്പാടുകളും അവസാനിപ്പിച്ച് ഓർപ്പ ഇവിടെ മടങ്ങിപ്പോകുവാനായിട്ട് ആരംഭിക്കുന്നു. ഓർപ്പ എന്ന വ്യക്തിയുടെ തുടർന്നുള്ള സാഹചര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കുവാൻ പറ്റാത്ത വിധത്തിൽ എത്തപ്പെടുന്നു. എന്നാൽ ദൈവകൃപയ്ക്ക് വിധേയപ്പെട്ട രൂത്തിനെ നാം ഇന്നും ഓർക്കുന്നുണ്ട്. പ്രിയമുള്ളവരെ, നമ്മുടെയും ജീവിതത്തിലെ നമ്മൾ പകച്ചു നിൽക്കുന്ന നമ്മുടെ അനുഭവങ്ങളുടെ മധ്യത്തിൽ ദൈവകൃപ അല്ലെങ്കിൽ നമ്മളോട് കൂടെ ഇരിക്കുന്ന ദൈവത്തിൻ്റെ സാന്നിധ്യം അനുഭവിച്ചറിയുവാനായിട്ട് നമുക്ക് സാധിക്കണം. നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹവാനായ ദൈവമേ, ഞങ്ങളുടെ ജീവിതത്തിൻ്റെ എല്ലാ നിമിഷങ്ങളിലും അങ്ങയിൽ ആശ്രയിപ്പാനും ദൈവകൃപയിൽ നിന്ന് അന്യപ്പെടാതെ ജീവിക്കുവാനും ഞങ്ങളെ സഹായിക്കണമേ. ആമേൻ.